സംസ്ഥാന മന്ത്രിസഭയിലേക്ക് പുതിയതായി 2 മന്ത്രിമാർ. ഇപ്പോൾ അഹമ്മദ് ദേവർകോവിലും അതുപോലെ ആന്റണി രാജുവും രാജിവെച്ച ഒഴിവിലാണ് ഇപ്പോൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ.ബി. ഗണേഷ് കുമാറും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. കെ.ബി. ഗണേഷ് കുമാറിന്റെ ഗതാഗത വകുപ്പാണ്, രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും. സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. കമലേഷ് വിവരങ്ങളുമായി ചേരുന്നു. കമലേഷ്, ചടങ്ങ് 4 മണിക്ക് തന്നെ ആരംഭിച്ചു, പൂർത്തിയായിരിക്കുന്നു. ആരൊക്കെ പങ്കെടുത്തു? പ്രതിപക്ഷം നേരത്തെ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഫിജി സത്യപ്രതിജ്ഞ ചടങ്ങ് ഇപ്പോൾ അല്പ നിമിഷത്തിന് മുൻപ് പൂർത്തിയായിരിക്കുന്നു. കോൺഗ്രസ് എസിൽ നിന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളി, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ബി നിന്ന് ഗണേഷ് കുമാർ, കെ.ബി. ഗണേഷ് കുമാർ എന്നിവരാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിമാരായി അധികാരമേറ്റിട്ടുള്ളത്. ഇവരുടെ വകുപ്പ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പിന്നീട് മുഖ്യമന്ത്രി തീരുമാനിക്കും. ഇപ്പോൾ മന്ത്രിമാർ എന്നുള്ള നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. ഇതിൽ ഈ ചടങ്ങ് ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളാരും തന്നെ ചടങ്ങിൽ പങ്കെടുത്തില്ല. നേരത്തെ തന്നെ കെ.ബി. ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കരുത് എന്ന ഒരു ആവശ്യം പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. നേരത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ അടക്കം വലിയ വിമർശനങ്ങൾ, വലിയ നിലയിൽ ആക്ഷേപിക്കുന്ന നിലയിലേക്ക്, മോശക്കാരനായി ചിത്രീകരിക്കുന്ന നിലയിലേക്ക്, ഈ സോളാർ കേസിൽ അടക്കം കൊടുക്കുന്ന നിലയിലേക്ക് കെ.ബി. ഗണേഷ് കുമാർ ഇടപെട്ടിരുന്നു എന്നതായിരുന്നു ആരോപണം. അതുകൊണ്ട് തന്നെ കെ.ബി. ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കരുത് എന്ന ആവശ്യം പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. അത് ചെവികൊള്ളാതെ തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് ഗണേഷ് കുമാർ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ ഈ ചടങ്ങ് ബഹിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കാണേണ്ടത്, മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാതെയും മിണ്ടാതെയുമാണ് ഗവർണർ ഈ ചടങ്ങിന് എത്തി മടങ്ങിയത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് സാധാരണഗതിയിൽ നൽകാറുള്ളത് പോലെ ഒരു ഷെയ്ക്ക് ഹാൻഡ് നൽകുകയോ ഒരു അഭിവാദ്യം ചെയ്യുകയോ ചെയ്യാതെ, മുഖ്യമന്ത്രിക്ക് മുഖം പോലും കൊടുക്കാതെ, മുഖ്യമന്ത്രിയോട് മിണ്ടാതെ ഗവർണർ ഈ ചടങ്ങ് പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തി ഗവർണറുടെ വസതിയിലേക്ക് പോകുന്ന ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ അടക്കം SFI പ്രവർത്തകർ കരിങ്കൊടി കാട്ടുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയോട് മിണ്ടാതെ, മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കാതെ ഗവർണർ മടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഫിജി. ശരി കമലേഷ്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായ കാര്യം അതുതന്നെയാണ്. ഗവർണർ, മുഖ്യമന്ത്രി, സർക്കാർ പോര് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇരുവരും ഒരേ വേദിയിൽ എത്തിയത്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ കമലേഷ് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയിലേക്ക് മുഖം പോലും കൊടുക്കാതെയാണ് ഇരുവരും മടങ്ങിയത്. ഹസ്തദാനം പോലും നൽകാതെ ഗവർണർ ചടങ്ങുകൾ പൂർത്തിയാക്കി വേഗത്തിൽ മടങ്ങുകയായിരുന്നു. കെ.ബി. ഗണേഷ് കുമാറും അതുപോലെ ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു.